സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു അപൂർവ കളക്ഷനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. പഴയകാല വാർത്തകളൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കളക്ഷനിലുള്ള കുറേ പത്രശേഖരമാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. വേണ്ടുന്നവർക്ക് സേവ് ചെയ്ത് വെക്കാം. എങ്കിലേ നാളെ ഇതുപോലുള്ള വാർത്തകളൊക്കെ നമുക്ക് കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണല്ലോ എല്ലാത്തിൻ്റെയും വിജയം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കുറേ പത്രങ്ങൾ കാണിക്കുക. ഒറ്റ വീഡിയോയിലും 10 വീഡിയോയിലും തീരാത്തവണ്ണമുള്ള പത്രങ്ങൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതും സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ളതും പിൻപുള്ളതുമായ വാർത്തകൾ. ടൈറ്റാനിക് മുങ്ങിയ വാർത്ത, 1912 ടൈറ്റാനിക് മുങ്ങിയത്, ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണത്, അങ്ങനെ ലോക ചരിത്രം, ഇന്ത്യ സ്വാതന്ത്ര്യമായത്, അങ്ങനെയൊക്കെയുള്ള അപൂർവ വാർത്തകൾ നമ്മുടെ വാർത്തകളിലുണ്ട്. അതിലേതാനും ചില പത്രങ്ങൾ മാത്രം കാണിക്കും. നമ്മുടെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കുകയുണ്ടായ മഹാലഹളയിലെ വിഭജന വാർത്തയാണ് ഇത്. അങ്ങനെ കൽക്കട്ടയിലെ ഗാന്ധിജി ഉപവാസം അനുഷ്ഠിക്കുന്ന വാർത്തയുള്ള പത്രമാണ് കേരള ഭൂഷണമാണ്. 1947 എൻ്റെ വാർത്തകളാണ്. ഇതൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. അന്നത്തെ വിഭജനം അതുപോലെയായിരുന്നു. തീർച്ചയായിട്ടും ഇത് കണ്ടോ, ഞാനത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഓക്കെ. ഇത് നമ്മുടെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വെടിയേറ്റ് മരിച്ച അന്നത്തെ പത്രമാണ്. അത് ഇതുപോലെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ പത്രമൊന്നും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ പറ്റാത്തില്ല. എങ്കിലും ഇത് നല്ല രീതിയിൽ തടിയുടെ ഫ്രെയിമിൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഞാൻ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണവാർത്തയാണിത്. മാനൂര് അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ച വാർത്തയാണ്. മോഷ്ടാക്കളെ പിടിച്ച വാർത്തയാണ്. ഏറ്റുമാനൂർ പ്പൻ്റെ തങ്ക വിഗ്രഹം കണ്ടുകെടുത്തു. ഇത് വലിയ വാർത്തയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ആൻ്റണിയുടെ മുഖ്യമന്ത്രിയായ വാർത്തയാണ്. അന്നത്തെ ചെറുപ്പക്കാരുണ്ട് കണ്ട ഗവർണർ രാജി സ്വീകരിച്ചു. എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ കരുണാകരൻ രാജിവെച്ചു. ഉണ്ട് ഇത്.